ഹായ്, ഞാൻ Thesnim Azeez. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു മീൻ കറിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്കിംഗ് കപ്പിൾസിന് പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ചെയ്യുമോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധാരണ നമ്മളെ നാടൻ ഡിഷുകളൊക്കെ ആയിട്ട് കറികളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ എനിവേ എന്തായാലും ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മീൻ മുളകിട്ടതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് തന്നെ എങ്ങനെയാണ് തേങ്ങ അരച്ച കറിയാക്കുന്നത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണേ എന്നുള്ളത് കൂടെ ഞാൻ പറയാം. നമുക്ക് പുളി ആവശ്യത്തിനുള്ള പുളി എടുക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് കുരുള്ള പുളിയാണ്, അപ്പോൾ അതിൻ്റെ സൈസ് കുറച്ച് വലുതായിട്ടുണ്ട്. സാധാരണ നമ്മളൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതി. അല്ലെങ്കിൽ കുടംപുളി ആണെങ്കിൽ കുറച്ച് വലിയ ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്ത് ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് കുടംപുളി ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 1.5 കപ്പ് വെള്ളം. ഇതൊന്ന് സോക്കാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂണിൽ കുറച്ചധികം എടുത്തിട്ടുണ്ട് ഉലുവ, കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് 10 വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചത്, 2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതാക്കി മുറിച്ചത്, ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചതാണ് വേണ്ടത്, അല്ലെങ്കിൽ സവാള. ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള ഒരെണ്ണത്തിൻ്റെ പകുതി ചെറുതാക്കി മുറിച്ചിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ചെറിയ ഉള്ളി കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 15 ചെറിയ ഉള്ളി, 2 പച്ചമുളക് ചെറിയതിടാം. പിന്നെ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി. ചെറുതായിട്ടൊരു കളർ മാറി വരുമ്പോൾ തീ കുറയ്ക്കുക, തീ ഫുള്ളായിട്ട് കുറയ്ക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് 3 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കുക. പെട്ടെന്ന് തന്നെ ആവും, കാരണം മുളക് പൊടി കരിഞ്ഞു പോകരുത്. അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ പുളി നന്നായിട്ട് പിഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ ആവശ്യത്തിന്. 1/2 കിലോ അയില ക്ലീൻ ചെയ്തതാണ്. ഇത് എരിവ് ഓരോരുത്തരുടെ ചോയ്സാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം ചേർത്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ട് ചെയ്യാം. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കപ്പ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നല്ല പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറികൾ. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് മീൻ വേകുന്നവരെ. സാധാരണ മീൻ ഒരു 7-8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കാണ് കുക്കാവുക. അത് കുക്കാവട്ടെ. മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മീൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കരുത്, മറിച്ചിടുകയൊക്കെ ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിൽ ശ്രദ്ധിച്ച് വേണം, മറിച്ചിടുകയൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കുക്കാവും. കുക്കായി കറി നല്ല കുറുകിയ കറിയായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഇത് ഓഫ് ചെയ്തിട്ട് വയ്ക്കാം. ഇത് കുറച്ച് സമയം നമ്മൾ ഓഫ് ചെയ്തിട്ട് വെക്കുമ്പോൾ അതൊന്ന് കുറുകി മീനിലേക്കെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കും. ഉണ്ടാക്കി ഉടനെ ഉള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കാണ് ആ പുളിയും എരിവും എല്ലാം മീനിലേക്കെല്ലാം നന്നായി പിടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയുന്നത് തലേ ദിവസത്തെ മീൻകറി എന്ന് പറയാറില്ലേ. തലേ ദിവസത്തെ മീൻകറി കൂടുതൽ ടേസ്റ്റാണ്. അതായത് ഈ മസാലയെല്ലാം അതിലേക്ക് പിടിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റായി. ഉലുവയ്ക്ക് പകരം ഉലുവാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ മുളക് മഞ്ഞളൊക്കെ ചേർക്കുന്ന സമയത്ത് ചേർക്കാം. ഈ കറി ഒന്നുകൂടെ കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നല്ല ചൂടോടുകൂടി തന്നെ ചേർത്താൽ മതി. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല.
അങ്ങനെ ഒരു കറിയാക്കി എടുക്കാം. അല്ലെങ്കിൽ കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് 1/4 കപ്പ് അരക്കപ്പിൻ്റെ ഇടയിലായിട്ട് തേങ്ങ എടുത്തിട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ട്, ചെറിയ ഉള്ളി ഇട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട്, നന്നായിട്ട് തിളക്കരുത്, തിളച്ച് തുടങ്ങുമ്പോൾ ഓഫാക്കി എടുക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് 3 കറികൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല റെസിപ്പിയാണ്. അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.